ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻസുകളും എങ്ങനെ നമുക്ക് ബാക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ മൊബൈലിൽ ഒരു APK ഫയലാക്കി തന്നെ ആപ്ലിക്കേഷനുകൾ APK ഫയലാക്കി തന്നെ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ മൊബൈലിൽ നിന്നും ഇത്തരം ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ആവുകയാണെങ്കിൽ നമുക്ക് ഇത്തരം APK ഫയലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഈസി ആയിട്ട് ഇത്തരം ആപ്ലിക്കേഷനുകൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. APK ഫയലുകൾ നമ്മുടെ മൊബൈൽ വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്ലിക്കേഷനുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും, അതായത് ലിങ്കായിട്ടല്ല, ആപ്ലിക്കേഷനുകൾ മൊത്തത്തിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇത്തരം APK ഫയലുകൾ, ബാക്കപ്പ് ചെയ്ത APK ഫയലുകൾ കൊണ്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ആവുന്നത് മുഖേന നമുക്ക് ആ ഒരു അപ്ഡേറ്റിംഗ് ആ ആപ്ലിക്കേഷൻ ഒരു അപ്ഡേറ്റിംഗ് ഫീച്ചേഴ്സുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ആവുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ, അത്തരം അപ്ഡേറ്റ് ചെയ്ത ആപ്ലിക്കേഷനുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന APK ഫയലുകൾ, പഴയ പ്രീവിയസ് വേർഷൻ്റെ APK ഫയലുകൾ നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ മൊബൈലിലേക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ ബാക്കപ്പ് ചെയ്യുന്ന മുഖേന നമുക്ക് സാധിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ബാക്കപ്പ് ചെയ്യാമെന്നും റീസ്റ്റോർ ചെയ്യാമെന്നും ഉള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി പ്ലേ സ്റ്റോറിൽ പോയി തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ ബാക്കപ്പും റീസ്റ്റോറും നോക്കാം. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ്റെ നേരെ ആ ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. വളരെ പെട്ടെന്ന് തന്നെ അത്തരം ആപ്ലിക്കേഷനുകൾ ബാക്കപ്പ് ആവുന്നതായിരിക്കും. നമ്മുടെ മൊബൈലിലേക്ക് ബാക്കപ്പായി APK ഫയലായിട്ട് ബാക്കപ്പ് ആവുന്നതായിരിക്കും. ഇവിടെ അച്ചീവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് ബാക്കപ്പ് ചെയ്യുന്നത് അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മൊബൈലിൽ ഇത്തരം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആവുകയാണെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം താഴെ റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും ആ ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്കപ്പ് ഫയലുകൾ നമുക്ക് ഫയൽ മാനേജറിൽ പോയും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ഫയൽ മാനേജറിൽ പോയതിനു ശേഷം അവിടെ ഇന്റർണൽ സ്റ്റോറേജ് എടുത്തതിനു ശേഷം അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന ഓപ്ഷനിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ ബാക്കപ്പ് ചെയ്ത ഫയലുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാവും. നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ വന്നതിന് ശേഷം ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഷെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ആപ്ലിക്കേഷൻസുകളുടെ APK ഫയലുകൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.